കോഴിക്കോട്ടേക്ക് പോയാൽ കോഴിക്കോട് കോർപ്പറേഷനിൽ വന്ദേമാതരം ചൊല്ലിയതുമായി ബന്ധപ്പെട്ട പരാതികളിൽ പോലീസ് ഉടൻ കേസെടുക്കില്ല. സംഭവത്തിൽ 3 പരാതികളാണ് പോലീസിന് ലഭിച്ചത്. പരാതികൾ വിശദമായി പരിശോധിച്ച ശേഷമായിരിക്കും തുടർ നടപടിയെന്ന് പോലീസ് വ്യക്തമാക്കി. ദേശീയ ഗാനത്തിനൊപ്പം BJP കൗൺസിലർമാർ വന്ദേമാതരം ആലപിച്ചതാണ് വിവാദമായത്. സംഭവത്തിൽ കോർപ്പറേഷനും DCCയും പോലീസിൽ പരാതി നൽകിയപ്പോൾ വന്ദേമാതരത്തെ അപമാനിച്ചെന്നാരോപിച്ച് BJPയും പരാതി നൽകിയിട്ടുണ്ട്. PS രഞ്ജിത്ത് ചേരുന്നു വിവരങ്ങളുമായി. രഞ്ജിത്ത്, ദേശീയഗാനം പാടി തുടങ്ങി, അതിനൊപ്പം തന്നെ BJP പ്രവർത്തകർ വന്ദേമാതരവും പാടി 2 ശബ്ദവും ഒരുമിച്ച് കേൾക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അതിപ്പോൾ ഇനി കേസാവുന്നു, പരാതി, ഇത് ഒരു രാഷ്ട്രീയ പോരിലേക്ക് പോകുന്നു. റോഷ്നി, അതുതന്നെയാണ് തർക്കം. വന്ദേമാതരം പാടാം, പാടാതിരിക്കാം, പക്ഷേ ഒരുമിച്ച് പാടില്ലായിരുന്നു എന്നുള്ളതായിരുന്നു ഇപ്പോഴത്തെ തർക്കം എന്ന് പറയുന്നത്. ഇവിടെ തർക്കമായി നിൽക്കുന്നത് ദേശീയ ഗാനമാണോ ആദ്യം ആലപിച്ചത്, വന്ദേമാതരമാണോ ആദ്യം തുടങ്ങിയെന്നുള്ളതാണ്. BJP കൗൺസിലർമാർ പറയുന്നത് ഞങ്ങൾ വന്ദേമാതരം തുടങ്ങിയ ശേഷം മേയർ ദേശീയ ഗാനം ആലപിച്ചു, അതാണ് ഒരു അവഹേളനമായിട്ടുള്ളതെന്നുള്ളതാണ്. എന്നാൽ ഔദ്യോഗികമായിട്ട് അജണ്ടയിലുള്ള ദേശീയ ഗാനം ആലപിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോഴാണ് അപ്പുറത്ത് നിന്ന് BJP കൗൺസിലർമാർ വന്ദേമാതരം ആലപിച്ചത് എന്നുള്ളതാണ് കൗൺസിലിന്റെ ഭാഗത്തു നിന്നുള്ള ആരോപണം എന്ന് പറയുന്നത്. ഏതായാലും 3 പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നുള്ളതാണ്. അതിൽ 3ലും ഇപ്പോൾ നേരിട്ട് കേസെടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടില്ല. വിശദമായ പരിശോധന, അതിന്റെ വീഡിയോ ഒക്കെ പരിശോധിച്ച് ആരെങ്കിലും മനഃപൂർവ്വം ഇങ്ങനെ അവഹേളിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നോ എന്നുള്ളതാണ് പരിശോധിക്കാൻ വേണ്ടി പോകുന്നത്. ഏതായാലും കോർപ്പറേഷന്റെ അജണ്ടയിൽ വന്ദേമാതരം ഉണ്ടായിരുന്നില്ല എന്ന് മേയർ വ്യക്തമാക്കി കഴിഞ്ഞു. അങ്ങനെ അജണ്ടയിൽ ഇല്ലാത്ത വന്ദേമാതരം ഞങ്ങൾ പാടുമെന്ന് മേയറെ നേരത്തെ അറിയിച്ചിരുന്നു എന്നുള്ളതാണ് BJP കൗൺസിലർമാരുടെ പക്ഷം. ഏതായാലും ഈ വന്ദേമാതരവും ദേശീയ ഗാനവും ഒരുമിച്ച് പാടി വിവാദമായ ആ നടപടിയിൽ ഇപ്പോൾ കേസെടുക്കുന്നില്ല, പക്ഷെ അന്വേഷണം നടത്തുകയാണ്. അപ്പോൾ വന്ദേമാതരത്തിൽ അങ്ങനെ കോഴിക്കോട് കോർപ്പറേഷനും വിവാദം ഇങ്ങനെ പടർന്നു പിടിക്കുകയാണ്.